മാമ്പഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒന്നാണ് മാമ്പഴ ഷേക്ക്. അപ്പോൾ ഈ വർഷം അതിന് ഇച്ചിരി ഡിമാൻഡ് കൂടുതലാണ്. മറ്റൊന്നും കൊണ്ടല്ല, ആ പോയ ആൾക്ക് മാങ്ങ കണ്ടു കഴിഞ്ഞാൽ അത് പച്ചയാണോ പഴുത്തതാണോ എന്ന് പോലും അറിയണ്ട. ആളുടെ സ്വഭാവം ഇങ്ങനെയാണ് കേട്ടോ. ജ്യൂസ് തരാം. ഇനി ഇത് കയ്യിൽ കിട്ടുന്നത് വരെ ആശാൻ ഈ പിടിവിടാൻ പോകുന്നില്ല. നമുക്കാണെങ്കിൽ പിന്നെ വേറെ പണിയും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഹെൽത്ത് വൈസ് നോക്കിയാലും നമ്മുടെ വീട്ടിലുണ്ടായതല്ലെങ്കിലും വേറെ വിഷമൊന്നും ചേരാത്ത വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ നല്ല ഫ്രഷ് മാമ്പഴം തന്നെയാണ്. അപ്പോൾ പിന്നെ ആ പേടിയും വേണ്ട. അതുമാത്രമല്ല, ഞാൻ പിന്നെ മധുരത്തിന് പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാറില്ല. പനം കൽക്കണ്ടാണ് മധുരത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയും പേടിക്കണ്ടല്ലോ. പിന്നെന്താ അല്ലേ, പിള്ളേരൊരാഗ്രഹം പറഞ്ഞ് അങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ. ഏതോ സിനിമയിൽ സിദ്ദിഖ് പറഞ്ഞതുപോലെ ആ ഒരു ഡയലോഗാണ് കേട്ടോ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എല്ലാ ആഗ്രഹങ്ങളൊന്നും നമുക്കങ്ങനെ സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നാലും പറ്റുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം അല്ലേ. ഇതിനിടയിൽ എൻ്റെ മോളൊരു പണി ഒപ്പിച്ചു കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പനം കൽക്കണ്ട് എടുക്കാൻ പോയ സമയം കൊണ്ട് അവൾ ഒരു സ്പൂണ് പഞ്ചസാര അതിനകത്തോട്ടങ്ങിട്ടു. അവൾ കരുതിയത് ഞാൻ പഞ്ചസാര ഇട്ടാണ് അടിക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഞാൻ വന്നിട്ട് അതിനെ കുറച്ച് മാറ്റിയതാണ്. അതിൻ്റെ 1-2 തരികളൊക്കെ ആ ഇതിൽ കാണാം. അപ്പോൾ മിക്സിയിൽ എല്ലാം കൂടെ 2 കറക്കി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അമ്പാടിക്ക് ഞാൻ അങ്ങനെ തണുപ്പ് കൊടുക്കാറില്ല എന്നല്ല, ചെറിയ തണുപ്പൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇത് ഞാൻ തണുപ്പില്ലാതെ അങ്ങനെ കൊടുത്തിട്ട് ബാക്കി നമുക്കുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചാണ് എടുത്ത് കുടിച്ചത്.